നമ്മോടൊപ്പം ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് എലവത്തിങ്കൽ കൂടിയുണ്ട് തത്സമയം സ്റ്റുഡിയോയിൽ നിന്നും. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് എലവത്തിങ്കൽ, ഇപ്പോൾ ഈ ചടങ്ങുകളുടെ പ്രത്യേകതയാണ് നമ്മൾക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത്. ഈ സംസ്കാര ചടങ്ങുകൾ എവിടെ വേണം സംസ്കാരം എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം വളരെ ലളിതമായിരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ പൊതുവേ മാർപ്പാപ്പമാരുടെ ഖബറടക്ക ചടങ്ങ് അതിന് ചില പ്രത്യേകതകളും അവൻ്റെ പ്രാർത്ഥനകൾക്കെടുക്കുന്ന സമയമൊക്കെ പ്രത്യേകതയുള്ളതാണല്ലോ. നമുക്ക് അതെങ്ങനെ വിശദീകരിക്കാം? ഇന്ന് നടത്തപ്പെടുവാൻ പോകുന്ന ശവസംസ്കാര ശുശ്രൂഷകൾ പ്രത്യേകമായിട്ട് അതിൻ്റെ ടെക്സ്റ്റ് എല്ലാം തയ്യാറാക്കി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കും. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ട് വരിക വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന ലത്തീൻ റീത്തിലാണ് നടത്തപ്പെടുക. പ്രാർത്ഥനകൾ കൂടുതലും ലത്തീൻ ഭാഷയിലും ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, മറ്റ് ഭാഷകളിലുമൊക്കെ ആയിരിക്കും നടത്തപ്പെടുക. അതിന് ഏറ്റവും പ്രധാന കാർമ്മികനായിട്ട് ഉണ്ടാവുക കോളേജ് ഓഫ് കാർഡിനൽസ്, സഭയുടെ ആഗോളമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിയമിതരായിരിക്കുന്ന കർദിനാൾമാരുടെ സംഘം. അതിൻ്റെ ഡീൻ ആയിരിക്കുന്ന കർദിനാൾ റേ, ബത്തിസ്ത റേ ആയിരിക്കും അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുക. നമുക്കറിയാവുന്നതുപോലെ ആദ്യ ഭാഗം മുഴുവൻ കുർബാനയോട് ചേർന്നിട്ടായിരിക്കും നടത്തപ്പെടുക. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശുശ്രൂഷകളും കർമ്മങ്ങളും കണ്ടു കഴിഞ്ഞതാണ്. ഏറ്റവും പ്രാധാന്യമായിട്ട് ഇന്നത്തെ കർമ്മങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കർമ്മങ്ങളെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കണ്ടത് 21-ാം തീയതി മാർപ്പാപ്പയുടെ നിര്യാണ വാർത്ത ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അന്ന് തന്നെ വൈകുന്നേരം മാർപ്പാപ്പയുടെ സ്വന്തമായിട്ടുള്ള ചാപ്പലിൽ മാർപ്പാപ്പയുടെ ശരീരം വയ്ക്കുകയും അതിന് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയോടുകൂടെ മാർപ്പാപ്പയുടെ മരണത്തെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് നടത്തിയ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. അത് 21-ാം തീയതിയായിരുന്നു. 23-ാം തീയതി ബുധനാഴ്ച രാവിലെ മാർപ്പാപ്പയുടെ വ്യക്തിപരമായിട്ടുള്ള ചാപ്പലിൽ നിന്ന് ഇന്ന് മാർപ്പാപ്പയുടെ ശരീരവും അതുപോലെ ശവസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗവും നടത്തപ്പെടുന്ന വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, ആ ബസിലിക്കയിലേക്ക് ആഘോഷമായിട്ട് ശരീരം കൊണ്ടുവരികയും ചെയ്തു. അവിടെ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം പൊതുജനത്തിനായിട്ട് സന്ദർശിക്കുവാനും പ്രാർത്ഥനകൾ നേരുവാനുമൊക്കെയായിട്ട് ദർശനത്തിനുള്ള അവസരമൊരുക്കി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് മനുഷ്യർ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെയായിട്ട് വരിയായി നിന്ന് മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് വന്നത്. ലോക രാഷ്ട്രതലവന്മാർ പല നാടുകളിൽ നിന്നും വരികയും ഉപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്തതായും നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഒപ്പം തന്നെ സഭയുടെ എല്ലാ തരങ്ങളിൽ നിന്നുമുള്ള, ആഗോള സഭയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള മെത്രാന്മാരും വൈദികരും ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ 2 സഭകളുടെ, സീറോ മലബാർ, സീറോ മലങ്കര സഭകളുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ അവിടെ എത്തി പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ഭാഗഭാക്കുകളായത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതുപോലെ തന്നെ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപോലിത്തയായിരിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ്, അതുപോലെ ബോംബെ അതിരൂപതയുടെ മെത്രാപോലിത്തയായിരുന്ന, ഒപ്പം തന്നെ CBCIയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന കാർഡിനൽ ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ്, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ്, സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് പിതാവ്, ലത്തീൻ സഭയുടെ പ്രതിനിധിയായിട്ട് കോഴിക്കോട് പുതിയ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്ന ചക്കാലക്കൽ പിതാവ് എന്നീ സഭാ നേതാക്കന്മാരൊക്കെ ഈ ശുശ്രൂഷകൾക്ക് പങ്കെടുക്കുവാനായി നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്.
സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും